അമ്മേ, ഓമേ, അയ്യോ അല്ല അമ്മേ, 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അമ്മക്ക് അറിയാലോ ഇവിടുത്തെ കാര്യങ്ങള്. ശ്രീകുട്ട അവിടെ ഉണ്ടല്ലോ. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ. അമ്മേ, ഹലോ ഹലോ. അമ്മ കട്ടാക്കി. കാര്യം എന്താണെന്ന് നിനക്ക് അറിയില്ലേ? അല്ലെങ്കിൽ ഇവിടുത്തെ എന്ത് കാര്യം നിനക്ക് അറിയുന്നേ? എല്ലാം ഉണ്ടോ? രാവിലെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ അങ്ങോട്ട് പോയേ. പിന്നെ രാവിലെ നിനക്ക് ദേഷ്യം പിടിച്ച ഇവിടെ അങ്ങ് ഭൂകമ്പം ഉണ്ടാകാൻ പോവല്ലേ? ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും നിങ്ങൾക്ക് എന്താ? അവിടെ കുത്തിയിരിക്കും ഭൂകമ്പം ഉണ്ടായെന്ന് പറഞ്ഞിട്ട്. നീ ചെറിയ കാര്യം പറയണേ ഇങ്ങോട്ട്. ബാലു, 3 ദിവസം തൊട്ട് അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്ന കാര്യം അറിയാലോ. ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് പോയോ? ഈ 3 ദിവസം അമ്മ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോകാൻ പോലും പറ്റിയില്ല. നീ പോകത്തെന്ത്? നിനക്ക് എന്താ വന്നാലും കൂടെ? ഓ, അമ്മ വിളിച്ച് പരാതി പറഞ്ഞായിരിക്കും. ആ, പരാതി പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു. ഇത് വായി തോന്നിയ മുഴുവനും പറഞ്ഞു. അവർക്ക് അതെല്ലാം അറിയാവോ പറയാ? എന്തോന്ന് പറഞ്ഞത്? അമ്മ പറയാ എനിക്ക് ഭർത്താവും മക്കളും അവിടുത്തെ ആദായം മാത്രം മതിയെന്ന്. അവര് പറയുന്നതിന് എന്താ തെറ്റ്? ഇവിടെ ആർക്കെങ്കിലും സുഖമില്ലെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും വരുമല്ലോ. അവർക്ക് സുഖമില്ലെങ്കിൽ പോലും അവരിങ്ങോട്ട് വരും. അതൊന്നും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാറുണ്ടോ എന്തെങ്കിലും ആവശ്യത്തിന്? ശ്രീകുട്ടൻ കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്ന പോലും നമുക്ക് വേണ്ടിയാ. ശ്രീകുട്ടൻ കല്യാണം കഴിക്കാത്തത് നമുക്ക് വേണ്ടിയാ. ഞാൻ പറഞ്ഞത് കല്യാണം കഴിക്കാതെ നിൽക്കേ. കുടുംബ സ്വഭാവം കാണിക്കല്ലേ? കുടുംബസ്വഭാവം കാണിക്കലെന്നാ? ആ, നന്ദികേടേ. നന്ദികേട്. എന്റെ അമ്മയ്ക്കും അച്ഛനും വയ്യാതായപ്പോ ഇവിടുന്ന് ആരടി പോയത്? നീ പോയാ? ഇല്ലല്ലേ? പിന്നെ നീ അമ്മയ്ക്കും അച്ഛനും സുഖയില്ലാന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കരഞ്ഞല്ലോ. എന്താ പോയിക്കൂടായിരുന്നു അങ്ങോട്ട്? അതെങ്ങനെ വിടും? നീ വലിയ ജോലിക്കാരിയല്ലേ? പോകുമ്പോ എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോണത്. പിള്ളേർ നോക്ക്, അത് ഇത് അവസരം എന്റെ ജോലി പോലും എനിക്കിപ്പോ നേരെ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഏൽപ്പിക്കുന്ന ജോലി പോലും നിങ്ങൾ മര്യാദക്ക് ചെയ്യാറില്ലല്ലോ. എടി നിനക്ക് വേണമെങ്കിൽ നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി ഇപ്പൊ പോവാ. നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ടൂർ പോകാൻ വേണ്ടി നിൽക്കുമ്പോ ഇവിടുന്ന് പെട്ടി പൊക്കണെടുത്തോണ്ട് നീ അങ്ങ് പോവല്ലേ? അതെന്ത്? തള്ളേ മോളും കൂടെ അറിയിക്കാണ്. അച്ഛന്റെ പേരും പറഞ്ഞ് അസുഖം അഭിനയിച്ചോണ്ട്, ദുഃഖം അഭിനയിച്ചോണ്ട്, കള്ള കൂട്ടങ്ങൾ. ഞാൻ ഇവിടെ നിന്നാ ഞാൻ അടിച്ച് കരുതി തരും. പോടുന്നു. നിങ്ങൾ എന്തോന്ന് പറഞ്ഞേ? ഞാൻ ടൂറ് പോണത് ഊര് ചുറ്റി കാണാനാണെന്നല്ലേ? ഞാൻ ടൂറ് പോയില്ലെങ്കിൽ കമ്പനിയുടെ മീറ്റിങ്ങിന് നിങ്ങൾ അച്ഛനെന്തേ? ഞങ്ങൾ കണ്ടില്ല. ഞാൻ കേൾക്കണം, കേട്ടേ പറ്റുള്ളൂ. ഞാൻ ടൂറ് പോണത് ഊര് ചുറ്റി കാണാനാണെന്നല്ലേ? കമ്പനിയുടെ മീറ്റിങ്ങിന് പോയില്ല. നീ കമ്പനിയുടെ മീറ്റിംഗിൽ പോയില്ലെങ്കിൽ കമ്പനി കാണൂല. നിനക്കൊരു വിചാരമുണ്ട് നീ വലിയ സാമർത്ഥ്യക്കാരിയാണെന്ന്. നീ എത്ര ചാടിയാലും പെണ്ണാണ്, വേറും പെണ്ണ്. ആരങ്ങട്ട് വാ. അതെ, നിങ്ങൾ എവിടെ പോണു? അവിടെ നിൽക്കുക. ഞാൻ പെണ്ണാ, വെറും പെണ്ണ്. ഞാൻ പെണ്ണായതുകൊണ്ടാണ് ഈ വീട് ഇങ്ങനെ കഴിഞ്ഞു പോണത്. നീ എന്തോന്നടി ഒരുമാതിരി സീരിയലിലെ പെണ്ണുങ്ങൾ പറയുമ്പോഴത്തെ ഡയലോഗ് അടിച്ചോണ്ട് പറഞ്ഞ? നീ പോടി, നീ പോ. നിങ്ങൾ പോന്ന് പറഞ്ഞപ്പോ പോവാനിരിക്കണോ ഞാൻ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമുക്ക് 1 മാസത്തെ ലീവ് എടുത്ത് അങ്ങ് പടവലത്ത് ചെന്ന് കുട്ടമ്പിള്ളയ്ക്ക് അസുഖം വരുമ്പം അവിടെ ചെന്ന് ശുശ്രൂഷിക്കാം. പിന്നെ ശുശ്രൂഷിക്കും, ഒരുപാട് ശുശ്രൂഷിക്കും. എനിക്കറിയാം നിങ്ങൾ എൻ്റെ അച്ഛനെ മാമാന്ന് വിളിക്കുന്നെങ്കിലും ഒരു തരി സ്നേഹം എൻ്റെ അച്ഛൻ്റെ അടുത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നാട്ടുകാർ കേൾക്കാൻ വേണ്ടി പറയും എൻ്റെ മാമൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണെന്ന്. ശരിക്കും നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഒട്ടി നിൽക്കണം. എന്താന്ന് ഞാൻ പറയട്ടെ? എൻ്റെ അച്ഛൻ 2 കഴിഞ്ഞിട്ട് വല്ലതും നിങ്ങളെ കയ്യിലേക്ക് വെച്ച് തരികയാണെങ്കിൽ അതിങ്ങനെ വാങ്ങണം. പിന്നെ നിന്റെ അച്ഛൻ്റെ നിന്ന് കൈനീട്ടി വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇവിടെ ജീവിക്കണേ. അപ്പം നിന്റെ അച്ഛൻ ഇനി വരുമ്പോൾ ഞാൻ വലിയ ബഹുമാനമൊന്നും കാണിക്കുന്നില്ല. മാമാന്ന് വിളിക്കണമില്ല. ഞാൻ കരെ കുട്ടമ്പിള്ളേന്ന് വിളിക്കാം. മതിയാ? പിന്നെ വിളിക്കും. എൻ്റെ അച്ഛൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തടി നിൽക്കാൻ പറ്റാത്ത? ആരെ മുമ്പിലും ബാലു ഞെളിഞ്ഞിങ്ങനെ നിൽക്കണേ. അച്ഛൻ്റെ മുന്നിൽ പോയി ഞെളിഞ്ഞിങ്ങനെ നിൽക്കുമ്പോ മുട്ട് 2 ഇടിക്കും. ആ മുട്ടിന്റെ ശബ്ദം ഉണ്ടല്ലോ അവിടെ നെയ്യാറ്റിങ്ങനെ കേൾക്കാൻ പറ്റും. നിന്റെ അച്ഛൻ വരുമ്പം എന്റെ മുട്ടെന്നിട്ട് ഇടിക്കണേ? അല്ല നിന്റെ ചാര് ആരടി നിന്റെ ചെങ്ങര? ആണ് എൻ്റെ അച്ഛനെ നല്ല 1 തരം ആണാ. നിങ്ങളാണാണോ? നിങ്ങളാണല്ല, നിങ്ങൾ ആണേ അല്ല. ഇപ്പൊ മനസ്സിലായ? ബാലു ആണാണ്. ചേച്ചി, കവറിലെന്തോന്ന് കൈയിട്ട് നോക്ക്. അയ്യോ, ഇത് മീനല്ലേ? നിങ്ങൾക്ക് പറഞ്ഞൂടെ
എന്തെങ്കിലും കവർ കിട്ടിയ ഉടനെ കൈയിട്ട് നോക്കണ എന്തിനാണ്? അല്ലെങ്കിൽ തന്നെ ഇത് മീനല്ലേ? കറി വെച്ച് മുമ്പേ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ കഴിക്കാൻ അറിയാമോ? അത് കറി വെച്ച് കഴിക്കുമ്പോഴല്ലേ. ഇത് അമ്മേരെ കൊണ്ടുവിടും. മീനിനെ എടുത്തോണ്ട് പോകും. ചേച്ചി ചേച്ചി ഇനി വിളിയൊന്നും കേൾക്കൂല. ചേച്ചിക്ക് നല്ല ഒന്ന് കിട്ടി. നല്ല ഒന്ന് കിട്ടിയ ആ അടി കിട്ടി. വല്യനെ നല്ല ദേഷ്യത്തില്ല. മര്യാദയ്ക്ക് ഇരുന്നാൽ നിങ്ങൾക്കും കൊള്ളാം, അല്ലെങ്കിൽ വല്യേച്ചിയുടെ അനിയനായി നിങ്ങൾക്കും കിട്ടും. ഞാൻ ബാത്റൂമിലായത് എന്റെ ഭാഗ്യം, അല്ലെങ്കിൽ എനിക്കും കിട്ടിയേനെ. ഡേ ഇവിടെ എന്തോടാ പ്രശ്നം? രാവിലെ ഇവിടെ അടി നടന്നാ? അച്ഛനാണെങ്കിൽ അമ്മയെ അടിച്ചാ? അതായത് കുട്ടുവാന്ന് കേക്ക്. അച്ഛനാണെങ്കിൽ അമ്മയെ എടേ എടേ നിന്റെ ഞഞ്ഞാ പിഞ്ഞാന്ന് എനിക്ക് കേക്കണ്ട. അച്ഛൻ നിന്റെ അമ്മയെ അടിച്ചാ അത് പറ. അച്ഛൻ അമ്മ അടിച്ച്. ആ നിന്റെ അച്ഛൻ എവിടെ? നിങ്ങളെ എന്താടാ നിനക്ക്? ചേച്ചി അടിച്ചാ? വേണ്ട വേണ്ട എന്ന് വയ്ക്കുമ്പം വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വരെയാണ്. എനിക്ക് നിങ്ങളെ ന്യായമൊന്നും കേൾക്കണ്ട. ചേച്ചി അടിച്ചാ ഇല്ലേ അത് പറ, ഉത്തരം പറ. അടിച്ച് നിനക്കെന്ത്? എനിക്ക് എന്തെന്നാ? എന്റെ സഹോദരിയാണിത്. അവളെ തൊട്ടാ എനിക്ക് നോവും. ഉണ്ടരുത്, പതുക്കെ ശബ്ദിക്കല്ലേ. അവക്ക് കൊടുത്തതിന്റെ ബാക്കി എൻ്റെ കയ്യിലുണ്ട്. നിനക്ക് വേണോ? തരട്ടാ? തരട്ടാടാ. തരട്ടാന്ന്. ആർക്കാണ് കിട്ടാൻ പോണത്, ആർക്കാണ് കൊള്ളാൻ പോണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. എടാ അമ്മ എവിടെയാടാ? ഞാൻ ഇവിടെ കാണും. ഇനി വാ. ഇനി വാ, വാങ്ങിച്ചോണ്ട് പോ. ഞാൻ ഇപ്പൊ വരാം. വാങ്ങിച്ചോണ്ട് പോ. ഇപ്പൊ വരാം. വാ. എവിടെയാ? ചേച്ചി ഞാൻ എന്തോ വേണ്ടി കേൾക്കണേ? നിന്നെ ആളെ അടിച്ചാല് ഈ അച്ഛനിത് എന്തിന്റെ സൂക്കേടാ? കവിള് തണുത്ത് കിടക്കണല്ല. ഇത് വെറുതെ അടിച്ചടിയൊന്നുമല്ല, ഇത് കൊല്ലാൻ വേണ്ടി അടിച്ചടിയാണ്. അതുറപ്പ്. നീ എന്ത് വിഷമിച്ചിരിക്കണേ? വിഷമമൊന്നുമില്ലടാ, പക്ഷെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. പോട്ടമ്മ, അച്ഛൻ അറിയാതെ ദേഷ്യം വന്നപ്പോ അടിച്ചായിരിക്കും. അച്ഛൻ അറിയാത്ത ദേഷ്യം വന്നപ്പോഴാ? അപ്പൊ അറിഞ്ഞോണ്ട് ദേഷ്യം വരുമ്പോ കൈ കെട്ടുന്ന എന്തെങ്കിലും എടുത്ത് അടിച്ച് കൊല്ലുമല്ലടാ. അപ്പോഴും നീ പറയോ അമ്മ പോട്ടെന്ന്? നീ വിഷമിക്കാതെ നടന്നത് കൃത്യമായിട്ട് പറ. സംഭവം എല്ലാം വ്യക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും പറയാതെ വ്യക്തമായിട്ട് കൃത്യതയോടുകൂടി പറ. എന്താണ് സംഭവിച്ചത്? മാറ്റി പറഞ്ഞാലും മറിച്ച് പറഞ്ഞാലും എനിക്ക് കിട്ടാനുള്ളത് കിട്ടി. അതല്ലേലും അങ്ങനെ തന്നെ. ആരാണോ ഭാരം ചുമക്കുന്നത് അവർക്കാണ് അടി. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. കയ്യാങ്കളി ആർക്കും അത്ര നല്ലതല്ല. ഇന്നത്തോടെ ഞാൻ ഇത് നിർത്തി തരാം. നീ എവിടെ പോവാ? ഞാൻ ഒരു കാര്യം പറയാം, ഒറ്റടുത്തിന് അങ്ങോട്ട് കണ്ടുപോലും. അയ്യോ എനിക്ക് വയ്യ മാമ. നിന്റെ അടുത്തും കൂടെയാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടി ആരോടൊന്നും ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ ഇപ്പൊ പോണത് നിനക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്കൊരു മനസ്സുണ്ട്. നീ എന്റെ സഹോദരിയാണ്. നീ ഇവിടെ കണ്ണീരും കൈയുമായിട്ട് നിൽക്കുമ്പം ഞാൻ എവിടെയെങ്കിലും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചടഞ്ഞുകൂടി ഇരിക്കാൻ എനിക്ക് പറ്റൂല കേട്ടാ. ഇന്നത്തോടെ ഇവിടുത്തെ ജീവിത ശൈലിക്ക് ഞാൻ ഒരു മാറ്റം വരുത്തും, ഉറപ്പ്. നീ നോക്കിക്കോ. കിട്ടു. എല്ലാരും കൂടെ അങ്ങോട്ട് പോണേ. പോകണ്ടേ? അത് തീർപ്പം. എന്താടാ ചെറിഞ്ഞു നോക്കണേ? അളി എവിടെ നിന്ന് കഴി ഇവിടെ ഇരി. എന്ത് അവിടെ ഇരിക്കണതിന്? ഇരിക്കളേ പറയട്ടെ. എന്ത് അളിയ, ഞാൻ പറയണത് അളിയൻ വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കണം. എന്തിന്? ഞാനൊരു വാഗ്വാദത്തിന് തയ്യാറല്ല. എൻ്റെ മാനസികാവസ്ഥ ശരിയല്ല അളിയ. അടികൊണ്ട് അവശയായി കണ്ണീരൊലിപ്പിച്ചിരിക്കുന്ന ഒരു അബലയായ സഹോദരിക്കടുത്താണ് ഈ സഹോദരൻ വരുന്നെന്നുള്ള ഒരു ഓർമ്മ വേണം. ഈ കവിത നീ എപ്പോ എഴുതിയത്? അളിയ തമാശയല്ലേ? തമാശ അല്ല. നീ ഒരുമാതിരി ദേഷ്യം പിടിപ്പിക്കാതെ കാര്യം പറയണം അങ്ങോട്ട്. അളിയ ആദ്യം അളിയൻ 3 പ്രാവശ്യം ശ്വാസം വലിച്ചുവിട്. അപ്പൊ ഈ ദേഷ്യമൊക്കെ അങ്ങ് മാറും. 1 2 3. അളിയ അടി ഒന്നിനും ഒരു പരിഹാരമല്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ തല്ലുന്നത് ഒരു മ്ലേച്ഛമായ പരിപാടിയാണ്. നല്ല ഒന്നാന്തരം മ്ലേച്ഛന്മാർക്ക് സ്ത്രീകളെ തല്ലാൻ പറ്റും. അപ്പൊ എന്റെ അണ്ണൻ മ്ലേച്ഛനാണോ നിങ്ങൾ പറയണത്? ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് തളർന്ന് അവശരായിട്ട് വരുന്ന സ്ത്രീകളെ തല്ലുന്നതിനപ്പുറം മഹാപാപം വേറെ എന്തെങ്കിലും ഉണ്ടോ അളിയ? അതുകൊണ്ട് എൻ്റെ അളിയൻ ഇന്നു മുതലൊരു പുതിയ മനുഷ്യനാവണം. നന്മയും നേർമയും സ്നേഹവും മനസാക്ഷിയൊക്കെ ഉള്ളൊരു പുതിയ മനുഷ്യൻ എൻ്റെ പൊന്നളിയനാവണം. ഡേയ്, നീ പറയണ കേട്ടാത്തൊന്നും പഴയ ജയ്സാറിൻ്റെ സിനിമയിലെ
ഈ ബുദ്ധിയും വിവരവും ഇല്ലാതെ മദ്യപിച്ച് മതോന്മത്തനായി ലക്കും ലഗാനും ഇല്ലാതെ പെണ്ണുങ്ങളെ കയറി പീഡിപ്പിക്കുന്ന ജയൻ സാറിന്റെ ശത്രു ഉണ്ടല്ലോ ജഗ്ഗുവാടാ ഞാൻ എടാ ജഗ്ഗുവാടാ എടാ നിന്റെ സഹോദരി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഒരാണല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് കയറ്റി കൊടുത്ത്. അത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടടാ. എന്റെ സഹോദരി ചില സത്യങ്ങൾ വിളിച്ചു പറയും. അതിൽ അളിയൻ കുണ്ഠിതപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടേണ്ടേ വിഷമിക്കേണ്ടേ കാര്യമില്ല. അളിയൻ ചെയ്തത് തെറ്റാണ്. മക്കള് പറ, അച്ഛൻ ചെയ്തത് തെറ്റാണ് ശരിയാണ്? തെറ്റാണ്. പറയടാ. തെറ്റിപ്പോയ അച്ഛന്. തെറ്റാണ്. അച്ഛൻ ചെയ്തത് തെറ്റാണ്. മക്കള് പറ. അച്ഛൻ ചെയ്തത് തെറ്റ് തന്നെയാ. അല്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ അടിച്ചുകൂടാ, പക്ഷെ ഭർത്താവിന് ഭാര്യ തെറ്റെന്തെങ്കിലും കണ്ടാ അടിക്കാന്ന് പണ്ടുള്ളവരൊക്കെ പറയും. പണ്ടുള്ളവരൊക്കെ മരിച്ചുപോയി. നീ ഇപ്പോഴുള്ള കാര്യം പറ, തെറ്റാണോ ശരിയാണോ? അത് തെറ്റ് പോലെയാണ്. തെറ്റാണ്. നിങ്ങളെല്ലാം റൂമിൽ പോ, ചെല്ലു പോ, അച്ഛനോട് സംസാരിപ്പോ, ചെല്ലു. കണ്ട അളിയ, പിള്ളേർക്ക് പോലും മനസ്സിലായി അളിയൻ ചെയ്തത് തെറ്റാണ്. ഞാനൊരു സത്യം പറയട്ടെ അളിയ, അളിയ ഒരു തെറ്റാണ്. കൊച്ചു തെറ്റുകളിൽ നിന്നും വീണ്ടും തെറ്റിലേക്ക് പോകുന്ന ഒരു വലിയ തെറ്റ്. എനിക്കിത്രേ പറയാവുള്ളൂ. താപ്പാടെ ഒരു ശരിയേ ഉള്ളൂ. യവായി ഇനി വേണോ ചായ? മതിയമ്മേ. മക്കളെ, ചായ മുഴുവനും കുടിക്കണം കേട്ടാ. ചായയുടെ കൂടെ കടിക്കാനൊന്നുമില്ലടേ. ശിവ, കേശു, നീ എന്ത് മിണ്ടാതെ പോണ? എന്താ പ്രശ്നം എന്തെന്ന് പറയടാ. അച്ഛന് പ്രശ്നം എന്താന്ന് ഇതുവരെ മനസ്സിലായില്ലേ? ആരെന്തു പറഞ്ഞാലും എൻ്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയെ തല്ലിയതോടെ ആ വിശ്വാസം ഫുള്ള് പോയി. മക്കളെ, വിഷ്ണു ഇന്ന് പോണ്ടടാ, ഡാൻസ് പ്രാക്ടീസിന് പോണ്ടേ? നാളെ പോണ്ടടാ. ചേച്ചി ഒരു ചായ ഇട്. ചേച്ചി, നിനക്ക് ചെവി വേദന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ചെവിക്കകത്തുനിന്ന് രക്തവോ വെള്ളം പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഈ അടിയുടെ ഷേക്കിലെ തലയ്ക്കകത്ത് വല്ല രക്തസ്രാവം എന്തെങ്കിലും ഉണ്ടാവും. തലചുറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് ആശുപത്രി പോവാം. മകളേടാ, നീ പോയില്ലേടാ? ഡാൻസ് പ്രാക്ടീസ് കുറച്ച് കഴിയുമ്പോൾ പോണം മാമ. എങ്ങോട്ട് പോണെങ്കിലും മാമന്റെ അടുത്ത് പറഞ്ഞിട്ടേ പോവാവൂ. ശരി മാമ. ലച്ചു, മകളെ ലച്ചു. ലച്ചുവേ. എന്തു മാമ? വാ. മക്കൾ എങ്ങോട്ട് പോണു? ഞാൻ അടുക്കളയിൽ ചായ എടുക്കാൻ. പോ. വാ. പിന്നെ നിങ്ങളെ ശ്രദ്ധിക്കാൻ നാഥനില്ല എന്നുള്ള ഒരു വിചാരവും വേണ്ട. എല്ലാത്തിനും മാമ ഉണ്ട് കേട്ടാ. നിങ്ങൾ ചെല്ല്. എല്ലാത്തിനും മാമ ഉണ്ട്. നിങ്ങൾ ആരും ഉപദ്രവിക്കാനൊന്നും വരൂല ഇവിടെ. സ്ത്രീകൾക്ക് വീട്ടിലും സുരക്ഷിതത്വം ഇല്ലെന്ന് പറഞ്ഞ് എന്താണ് ചെയ്യാ? വനിതാ കമ്മീഷന്റെ ഓഫീസ് ഇവിടെ നിന്ന് എത്ര? അയ്യോ, എന്താ ഇവിടെ ഇതൊക്കെ അടിച്ച് പൊട്ടിക്കണത്? അടിച്ചും പിടിച്ചൊന്നും കൊതി തീർന്നില്ല. ചോര കണ്ട ഇത് തീരൂ. ചോര
പുറത്തേക്ക് കളിച്ചോട്ടെ, ഇപ്പൊ മഴയൊന്നും ഇല്ല. മകളെ ഇപ്പോഴും മഴ ചെറിയ രീതിയിൽ ചാറ്റുന്നുണ്ട്. ചാറ്റ മഴ നനഞ്ഞാൽ പനി പിടിക്കും. പനി പിടിച്ചാൽ നിങ്ങൾ അമ്മ മാത്രമേ നോക്കാവുള്ളൂ. കുട്ടുമോന് 10 മിനിറ്റ് ഞങ്ങളെ കളിക്ക് തരൂ. ഒള്ളി 10 മിനിറ്റ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവര് 10 മിനിറ്റ് പോയി കളിക്കട്ടെ. 10 മിനിറ്റ് പോയി കളിച്ചോട്ടെ. അപ്പച്ചി ഇടില്ലേ അപ്പച്ചി? ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞ, ഞാൻ വലിയ കുട്ടിയായില്ലേ. അപ്പച്ചി അല്ലേ അപ്പൊ ഞങ്ങളെ പറഞ്ഞു വിട്ടത് കുട്ടുവാനോട് അടുത്ത് ചോദിക്കാൻ? എന്റെ മുടുപ്പരമ്മച്ചി, ഞാൻ എപ്പ പറയണ നിന്റെ അടുത്ത്? കുട്ടുവാമ, ഈ അപ്പച്ചി ഞങ്ങളെ പറഞ്ഞു വിട്ടത് കുട്ടുവാന്റെ അടുത്ത് ചോദിക്കാൻ പുറത്തു പോയി കളിക്കാവോന്ന്. ഞാൻ പറഞ്ഞൊന്നുമില്ല. അപ്പൊ നീയാണ് പിള്ളേരെയും വിളിച്ചോണ്ട് ഈ മഴയത്ത് കളിക്കാൻ വേണ്ടി പോണേ അല്ലേ? ഞാനാ? നിങ്ങൾക്ക് കുടുംബത്തോട് വിവരമില്ല. പിള്ളേർക്ക് മഴയത്ത് കളിച്ച് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാനും എന്റെ സഹോദരിയും കൂടെ വേണം കിടന്ന് ഓടാൻ. അവക്കാണെങ്കിൽ ഇപ്പൊ വയ്യ. അവളെ അടിച്ച് പഞ്ചറാക്കി. ഞാൻ പിള്ളേരെ കളിക്കാൻ വിളിച്ചെന്നല്ലേ ഉള്ളൂ. അതിന് ഇത്ര ദേഷ്യപ്പെടണേ എന്തിന്? നമുക്കുണ്ട് തുമ്പത്തെ ദേഷ്യം. കുട്ടി, ഞാൻ കുറച്ച് ദേഷ്യക്കാരനും കർക്കശക്കാരനും ഒക്കെയാണ്. സർക്കസുകാരനോ? അപ്പൊ കുറച്ച് സർക്കസ് കാണിച്ചു തരുമോ? കുടുംബത്തിൽ വേറെ ആൾക്കാരുണ്ടല്ലോ സർക്കസ് കളിക്കുന്ന ആൾക്കാർ, അവരുടെ അടുത്ത് പോയി പറ. എന്റെ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ദേഷ്യപ്പെടുമ്പോ ഇയാളെ കാണാൻ നല്ല ഭംഗിയാ. പെണ്ണേ, എനിക്ക് പെണ്ണുങ്ങളെ തല്ലണത് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഞാൻ തന്നേനെന്നറിയാം. ഒന്ന് ചുമ്മാ തിരി. എനിക്കറിയാം ഇയാളുടെ മനസ്സിൽ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ചേച്ചി, നീ ഇവിടെ വല്ല ഹോസ്റ്റലിലോ വീട്ടിലെങ്ങാനും കൊണ്ട് നാക്ക്. കുടുംബത്തോടെ ആളെ ഇറക്കിയിരിക്കുകയാണ് എന്നെ വശീകരിക്കാൻ വേണ്ടി. ഓ പിന്നെ ഓടിക്കും. ശ്രീകുട്ടാ, അപ്പുറത്തേക്ക് പോയേ, ഭ്രാന്ത് കാണിക്കാതെ. അയ്യോ ചേച്ചി, എൻ്റെ അടുത്ത് പിണങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ പോയി സോൾവ് ചെയ്തിട്ടേ. നമുക്ക് കളിക്കാൻ പോവാം. ലച്ചുവേ, നീ വാ. നീ പോയി അമ്മയെ വിളിച്ചോണ്ടോ? പറഞ്ഞേട്ടില്ലേ, പോയി അമ്മയെ വിളിച്ചോണ്ടോ അടി. അമ്മേനെ ഞാൻ വിളിക്കാം, പക്ഷെ അച്ഛൻ അമ്മയെ തല്ലരുത്. അയ്യോ, എല്ലാവരെയും കൂടെ അച്ഛനെ വില്ലനാക്കല്ലേ. പോയി വിളിച്ചോണ്ടോ. അപ്പോ വിളിച്ചോണ്ട് വാ. അമ്മ, ഇത് അച്ഛൻ വിളിക്കുന്നു. എന്തിനാ? എനിക്കറിയില്ല. ഞാനൊന്നും പോണില്ല. ചെല്ല് ചെല്ലമ്മേ. ഡേയ്, ഞാൻ ഒരു അടി എന്നാ നിനക്ക് ക്ഷമിക്കാൻ പറ്റൂലേ? ക്ഷമിക്കാൻ പറ്റൂലേന്ന്? ഇങ്ങോട്ട് നോക്ക്. എടി ഇങ്ങോട്ട് നോക്കടി. എടി മുഖത്ത് നോക്കടി. എടി ഇങ്ങോട്ട് നോക്ക്. എൻ്റെ മുഖത്ത് നോക്ക്. നീ എൻ്റെ മുഖത്ത് നോക്ക്. ബാലുവിൻ്റെ മുഖത്ത് നോക്കടി. നീ നോക്ക്. എന്തോന്ന് നോക്ക്. അയ്യോ, എന്ത് അളിയാ, ഉപദ്രവിക്കില്ല അളിയാ, ഉപദ്രവിക്കില്ല ചേച്ചി, ഉപദ്രവിക്കില്ല അളിയാ. ദേവിയായത് ഉപദ്രവിക്കില്ല അളിയാ, സത്യമായിട്ട് ഉപദ്രവിക്കില്ല അളിയാ. അളിയാ, കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കി വളർത്തിക്കൊണ്ടുവന്ന ആളളിയാ. ചെറുതിനെ പനി വരുമ്പോ ചൂട് വെള്ളം കൊടുക്കാൻ ഞങ്ങള് അവന്റെ അമ്മ കൊണ്ടുവരുമ്പോ ഞാൻ കിടന്ന് കരയും അളിയാ. എന്റെ ചേച്ചിയുടെ ചുണ്ടി പൊള്ളൂന്ന് പേടിച്ചിട്ട്. അളിയനറിയാമോ, അങ്ങനെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് പറഞ്ഞ് നോക്കി വളർത്തിക്കൊണ്ടുവന്ന ആളളിയാ. എന്റെ പൊന്ന് പെങ്ങളെ കൊല്ലല്ലേ അളിയാ, ദേവിയത് കൊല്ലല്ലേ അളിയാ, എന്റെ പൊന്നളിയാ. കൊല്ലല്ലേ അളിയാ, ഉപദ്രവിക്കരുത്. ഞാൻ എന്ത് ചെയ്യടാ അവളെ? എടാ എന്ത് ചെയ്തടാ ഞാൻ അവളെ? എടാ വെറുതെ ഇങ്ങനെ ഒന്നാക്കിയപ്പോ നീ കയറി അങ്ങ്. എടാ നീ ചെറിയ കാര്യത്തിൽ ഇങ്ങനെ ഊതി പെരുപ്പിക്കണല്ലടാ നീ. കിടക്കണ നിനക്ക് എന്ത് തെറ്റാടാ ചെയ്തത്? എടാ ഈ കുടുംബത്തിൽ താമസിക്കുന്ന ആരൊക്കെയാടാ? ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും. കണ്ണടഞ്ഞിറങ്ങിയ നീ ഇവിടെ വന്നിട്ട് എന്തിനാടാ നീ അഭിപ്രായം പറയണേ? എടാ ജീവിക്കാൻ സമ്മതിക്കടാ നീ. നിനക്ക് ഇവിടെ നലുമ്പ് കാണിച്ചിട്ട് പോവാം, ബാക്കി അനുഭവിക്കണം ഞാനല്ലേടാ. ഇങ്ങനെ ഒന്ന് അടിച്ചേന്. എടാ ഇങ്ങനെ നോക്ക്, ഇങ്ങനെ ഒന്ന് അടിച്ചേന്. നീ എന്തിനാണ് ഇത്രയും കിടന്ന് നീ ചാടണത്? ഇങ്ങനെ അടിക്കുമ്പോ വേദനിക്കൂലേ? ഇത് മനുഷ്യനല്ലേ? ഇത് മനുഷ്യ സ്ത്രീ അല്ലേ ഇത്? അപ്പൊ നീ 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 ആരാടാ? എനിക്ക് പിടികിട്ടുന്നില്ല അവനെ. ഇവ എന്തോന്ന് അവൻ കാണിക്കണ ഇവിടെ? എടാ ജീവിക്കാൻ സമ്മതിടാ. എടാ മോളിലിരിക്കണ സ്ത്രീക്കുട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടാ. എടാ മോളിലിരിക്കുന്ന ആളെല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേടാ. നീ എന്തിനടാ ഇങ്ങനെ കിടന്ന് ഇവിടെ കിടന്ന് ഞെരിവിളി കൊണ്ടുകൊണ്ട് എൻ്റെ മനസ്സമാനം നീ കെടുത്തടാ? എടാ നീ 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 ഇങ്ങനെ എന്തിനടാ നീ കാണിക്കണ എൻ്റെ അടുത്ത്? എനിക്കെന്റെ ചാച്ചിയെ വേണം, എനിക്കെന്റെ ചാച്ചി. ലോകത്തൊരിടത്തും ഇല്ല ഇങ്ങനെ ചാച്ചി സഹോദരനും. എനിക്കെന്റെ ചാച്ചിയെ വേണം, എനിക്കെന്റെ ചാച്ചിയെ വേണം. വിളിച്ചോണ്ട് പോടാ, വിളിച്ചോണ്ട് പോ. എവിടെയെങ്കിലും കൊണ്ട് കുടിയിരുത്ത്. ഞാൻ ഇനി അറിഞ്ഞോ അറിയാതെയോ ഇവളെ ദേഹത്ത് ഞാൻ തൊടൂല. തൊട്ടടത്തോളം മതി.
പോ വിളിച്ചോണ്ട് പോ ഇറങ്ങി പോടാ കണ്ടു മുമ്പേ പോ വിളിച്ചോണ്ട് പോ കയറിപ്പോ ചേച്ചി. വയ്യടാ താങ്ങാൻ വയ്യടാ നിന്റെ കൈ ദേവി അത് കുടുംബ കലക്കല്ല. എൻ്റെ അടുത്ത് പറഞ്ഞടാ കുടുംബ കലക്കല്ലെന്ന്. പോ പോ ചേച്ചി എന്റെ കാലടിച്ചൊടിച്ച് ചേച്ചി, എന്റെ കാലടിച്ചൊടിച്ച് എന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഈ പണി അയ്യോ ഒരു കാലത്ത് എന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കൂല. വയ്യ വയ്യ വയ്യ. എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് എനിക്ക് ഉത്തരം കിട്ടണം. നിങ്ങളെ അമ്മയെ ഞാൻ തമാശയ്ക്കല്ലാതെ സീരിയസ് ആയിട്ട് എന്നെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല അല്ലേ? ഉണ്ടോ? ഇല്ല. നീലുവേ, എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് അടിയെന്ന് പറയാൻ പറ്റില്ല. അടിയെന്ന് പറയാൻ പറ്റില്ല. അളിയ ഒന്ന് ഒരു ഗുണദോഷ ഭാവേന ഒന്ന്. നീലു അങ്ങനെയല്ലേ നീലു? അങ്ങനെ ആണോ? ക്ഷമിച്ചെന്ന് പറ. ക്ഷമിച്ചെന്ന് പറ. നീ ഇങ്ങോട്ട് പറഞ്ഞാലും ഞാൻ ക്ഷമിച്ചു. ക്ഷമിച്ചെന്ന് പറ. ക്ഷമിച്ചു അല്ലേ? ക്ഷമിച്ചു. ഓക്കെ. മക്കളെ, നിങ്ങൾ അമ്മ അടിച്ചിട്ടില്ലേ? അടിച്ചിട്ടുണ്ടോ ഇല്ലേ? ഉണ്ടോ? നിങ്ങൾക്ക് അമ്മയുടെ അടുത്ത് ഇപ്പൊ ദേഷ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറ. നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണ് അമ്മ അടിച്ചത്. അതുപോലെ ഇതിനെ കണ്ടാ പോരെ നീലു? പോരെ? ഇപ്പോഴും ഞാൻ അടിച്ചെന്ന് പറയണില്ല. അളിയ ഒന്ന് അളിയൻ പറ. ഞാൻ ചെയ്തത് തെറ്റാണ്. ഇനി മുതൽ അളിയൻ്റെ സഹോദരിയെ ഞാൻ അടിക്കൂല. അപ്പൊ ഭാര്യ അടിക്കാന്ന്? ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊക്കെ എന്തിനടാ ഇങ്ങനെ ചകഞ്ഞുകൊണ്ട് പറഞ്ഞത്? ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. അളിയ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല ഞാൻ അവളെ അടിച്ചത്. എന്നെക്കാളും വയസ്സിന് ഇളയതല്ലേടാ. എന്തെങ്കിലും തെറ്റിയാണെങ്കിൽ ഇളയവരെ നമുക്ക് ശാസിക്കണ്ടേടാ. അപ്പോഴും ഞാൻ അടിച്ചെന്ന് ഞാൻ ഇപ്പോഴും പറയണില്ലടാ. ഇതെങ്ങനെ ആക്കിയതേ ഉള്ളൂ. പിന്നെ എന്തിനിങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് അവിടെ ഇരിക്കണേ? നീ പറ. ഞാൻ അവിടെ കിടന്ന് ഈ പാടൊക്കെ പറഞ്ഞ ആർക്ക് വേണ്ടിയാടാ? അല്ല, എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും അടിച്ചത് തെറ്റാണ്. ചേട്ടാ ഞാൻ അടിച്ചത് തെറ്റ് തന്നെ. അത് അളിയാൻ സമ്മതിക്കണം. പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് രണ്ടടിയുടെ കുറവുണ്ട്. അളിയാ ഞാൻ ഇങ്ങനെ ആവശ്യമില്ലാതൊന്നും അവളെ കൈ വെക്കൂലടാ. എനിക്കറിയാം അളിയാ. നിനക്കറിയാലോ? എനിക്കറിയാം. ഓരോന്ന് കാര്യങ്ങൾ ഇങ്ങനെ ചിണാന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പം നമ്മള് അളിയാ എന്റെ മുഖത്തോക്കി പറയണ അടിക്കോ ഇല്ലേ? പിന്നെ അടിച്ചില്ല. മനസ്സിലായി. ശകാരത്തിൽ തലോടി അത്രേ ഉള്ളു അളിയാ. എനിക്ക് വിഷമമുണ്ടോ? അല്ല, ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പം അളിയും ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കടന്ന് വരുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവണം ഇവളെന്ത് ഇങ്ങനെ. അല്ല അളിയാ, അത് എന്തെന്നറിയാളിയാ, ചെറുതിലെ ചിലപ്പോ നിങ്ങൾ കളിക്കുമല്ലോ, കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൾ എന്നെ ഉപദ്രവിക്കും. എന്നപ്പോ ഞാൻ ഇരുന്ന് കരയുമ്പോഴത്തേക്കും അവള് ചുമ്മാ ഇരുന്ന് കരഞ്ഞിട്ട് അമ്മ അച്ഛനും വന്ന് എനിക്ക് അടിയിട്ടു. അപ്പൊ ഇവക്ക് അപ്പോഴേ അക്രമാവസരം ഉണ്ടല്ലേ? ആ സമയത്ത് ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെയല്ല, നമ്മൾ വേറെ രീതിയിലല്ലേ വളർന്നതൊക്കെ, വേറെ രീതിയിലല്ലേ. മക്കളെ സോറി. ഇനി അച്ഛൻ അമ്മയെ അടിക്കൂല. എത്ര തങ്കപ്പെട്ട മനുഷ്യൻ. നിനക്ക് രണ്ടടിയുടെ കുറവുണ്ടായിരുന്നു, അതിപ്പോ ഓക്കെ ആളി. അല്ലെ കൃഷിയൊക്കെ എങ്ങനെ? കൃഷിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലേ? പോകുന്നുണ്ട്. ആണോ? അത് ശരി. നമ്മുടെ ആ പെരയിടത്തിന്റെ അപ്പുറത്തുള്ള വീട്ടിലെ അവര് കൊറേ ചാടുന്നു. അവര് സെറ്റായി. ചിരിച്ചോ?
ശരിക്കും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ പമ്പ് സെറ്റ് വാങ്ങണോടാ. നീ പമ്പ് സെറ്റ് വാങ്ങിച്ചിട്ട് പമ്പ് സെറ്റ് വാങ്ങിച്ചിട്ട് നീ അവിടെ കൃഷി ചെയ്യണം. നിന്റെ വീട്ടിന്റെ ചാനലിന്റെ കരയുള്ള സ്ഥലമില്ലേ? തുടങ്ങി കൃഷി കളിയാ. അളിയ 2 ദിവസം അവിടെ നിന്ന് പക്ഷെ എന്തെങ്കിലും തെറ്റാണെന്ന് അടി കൊടുക്കണം. അടിക്കണം. അത് അടിക്കാൻ അത് ശരി. നീ എന്ത് പൈസ ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിയോടെ ചോദിച്ചോടാ. കുഴപ്പമൊന്നും കേട്ടോ. ചോദിച്ചേക്കാം.